ഞാൻ ആശീഷ്, എൻ്റെ കൂടെ സ്നേഹയുണ്ട്. ഞങ്ങൾ ബനിമല വാട്ടർഫോൾസിലാണ്. കുറച്ച് ടഫ് ട്രെക്കിംഗ് ആണ്. അത് താഴെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും മഴ തുടങ്ങി. ഞങ്ങൾ ഡ്രസ്സൊക്കെ ആയിട്ട് ഇറങ്ങണമെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷെ മഴ കാരണം ഇറങ്ങണ്ടെന്ന് വെച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടേക്കാം. ഞങ്ങൾ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ടാക്സിക്കാണ്. എന്ന് വെച്ചാൽ ഇവിടേക്ക് അങ്ങനെ ഊബറോ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇവിടെ നിന്ന് വെച്ചാൽ അവർ പറഞ്ഞു നമ്മളോട് ബൈക്ക് എടുക്കാൻ പറയുന്നത് വെച്ചാൽ അവർ കൺസ്ട്രക്ഷൻ എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്നാലും ആ വഴിയെല്ലാം ചെറിയ വഴിയാണ്. സ്നേഹ ഫ്രണ്ടിലെ വേറൊരു ബൈക്കിൽ കയറിയായിരുന്നു. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ആണുങ്ങളും പെണ്ണുങ്ങളും വണ്ടികൾ ഓടിക്കുന്നുണ്ട്. പക്ഷെ അറിയില്ല ഇനി എങ്ങനെയായിരിക്കുമെന്ന്. എന്ന് വെച്ചാൽ കുറേ നാളുകളായാലും ബൈക്കിൽ കയറിയിട്ട്, അപ്പോൾ അതുകൊണ്ട് അറിയില്ല എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം. ഈ കാണുന്ന ചെടി നമ്മൾ മുമ്പും കണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഹൈഡ്രാഞ്ചിയ എന്ന് പറയുന്ന മാതിരത്തെ. ഇതിവിടെ ഭയങ്കരമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അതായത് അവർ പൂജയ്ക്കും മറ്റാവശ്യങ്ങൾക്കെല്ലാമായിട്ടാണ് കൃഷി ചെയ്യണതെന്ന് പറഞ്ഞ് ഇവിടെ ഒരുപാട് സ്ഥലത്ത് ഇതിങ്ങനെ മൊത്തത്തിലൊരു കൃഷി മാതിരി തന്നെ നടത്തുന്നുണ്ട് ഇവർ. ആക്ച്വലി റോഡെല്ലാം ചെറിയൊരു റോഡാണ്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് പിന്നെ അവിടെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ അവിടേക്ക് പോകുന്ന വഴി വളരെ ചെറിയ വഴികളാണ്. നമ്മുടെ നാട്ടിൽ കൂടെയൊക്കെ നടക്കണ മാതിരത്തെ വഴികളാണ്. പക്ഷേ ഇവർ ഭയങ്കര സ്പീഡിൽ തന്നെ ഓടിക്കുന്നത്. ചിലവർ ഷട്ടിലെ മാതിരി കുറച്ച് ആൾക്കാരെ അവിടേക്ക് കൊണ്ടുപോകും, അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരും, അങ്ങനെ ചെയ്യണം. അത്യാവശ്യം നല്ല ഇറക്കമൊക്കെ ഉണ്ട്. എന്നാൽ പോലും ചില സമയത്ത് നമുക്ക് പേടിയാവും. എന്താണെന്ന് വെച്ചാൽ അവിടെ മരയ്ക്ക് ഓടിക്കുമോ, നമ്മൾ മറിച്ചിടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ അവർ നല്ല രീതിക്ക് തന്നെ ഓടിച്ച് നമ്മളവിടെ എത്തിക്കുന്നത്. അവർ സിംഗിൾ സൈഡ് 10,000 ആണ് ഒരാൾക്ക് ചാർജ് ചെയ്യുന്ന ഈ സ്കൂട്ടർ ടാക്സിക്ക്. Hey you or hey there? എങ്ങനെയുണ്ടായിരുന്നു ബൈക്ക് യാത്ര? ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു ബൈക്ക് യാത്ര വന്നിട്ടില്ല. ബാലിയിൽ വന്നിട്ട് ആദ്യത്തെ യാത്രയല്ലേ? അപ്പോൾ അത് എന്ത് ചെറിയ വഴി കൂടിയൊക്കെ കയറ്റിറക്കാം. അല്ല ഇനി പോകുമ്പോൾ എങ്ങനെയായിരിക്കും അപ്പോൾ ഇത് കൊണ്ടുപോവാ? ഞാൻ വരുന്നോ ഒക്കെ ഇനി പോകുന്നതിനെ കുറിച്ചിട്ടാണ്. വെറുതെ അല്ലേ പുള്ളിക്കാത്ര മുഖമൊക്കെ ഒരു മാതിരി ഇരിക്കുന്നത്. അതെ അതല്ല. ഇനി ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണമല്ലോ അല്ലേ? എത്രയാന്ന് നോക്കിയാൽ ഇത് ഇവിടുത്തെ വെയിറ്റിംഗ് ഷെഡാണ്. അതായത് നമ്മൾ അവിടെ ഇരുന്നാൽ മതി, സ്കൂട്ടർ ടാക്സിക്കാർ വന്നിട്ട് നമ്മൾ അവിടെ നിന്ന് പിക്ക് ചെയ്യാണ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഇവിടെ ഒരു കൗണ്ടർ ഉണ്ട് നമുക്ക് ടിക്കറ്റ് വാങ്ങിക്കാൻ. അതായത് വാട്ടർഫോളിലേക്ക് പോകാനായിട്ട് നമുക്ക് ചെറിയൊരു ഫീസ് കൊടുക്കണം. അപ്പം അതിൻ്റെ ഒരു കൗണ്ടർ ഇവിടെയുണ്ട്. ഹലോ, how much for 2 person? Apa? 2. Tiket masuk? 100 for 2. ഇവർ ടിക്കറ്റിന് ചാർജ് ചെയ്യുന്നത് 50,000 per person ആണ്. അപ്പോൾ രണ്ടുപേരും കൂടി 100,000. ഇവിടെ കാർഡൊന്നും എടുക്കില്ല കേട്ടോ. ആക്ച്വലി നേരത്തെ കാശായിട്ട് വരണേ. ഓ വാട്ട് ഈസ് ദിസ്? ഒരു രുദ്രാക്ഷരൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. അതായത് വെറുതെ കാശ് കൊടുക്കുകയല്ല, ഒരു ഗിഫ്റ്റൊക്കെ തരുന്നുണ്ട്. ഇവരിറക്കമുണ്ടല്ലോ ഇനി. ഇതും തിരിച്ചു കയറണല്ലോ. ഇത് അധികം ഉണ്ടാവില്ലടോ. ഇന്ന് മൊത്തത്തിൽ പണികളാണല്ലോ ദൈവമേ. ഇതും ഭയങ്കര സ്റ്റീപ്പാണല്ലോ അല്ലേ? പക്ഷെ ഒരു ഗുണമുണ്ട്, അറ്റ്ലീസ്റ്റ് ഇവിടെ കോൺക്രീറ്റഡ് ആണിത്. മറ്റേ ന്യൂസ് പേപ്പറിൻ്റെയും അത് കാണിക്കണൊക്കെ ആൾക്കാർ എഴയല്ലേ. ചെവി അടഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ ചെവി അടഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഇറങ്ങുന്ന വഴിയിൽ ചിലയിടത്തൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്, ചിലയിടത്തൊക്കെ നോർമൽ മണ്ണാണ്. പിന്നെ വെച്ചാൽ ഹാൻഡ് റെയിലായിട്ട് ഒരു എല്ലായിടത്തും അങ്ങനെ ഇരുമ്പിൻ്റെ ഒന്നുമില്ല. കുറേ സ്ഥലത്ത് ഇങ്ങനെ എന്താ പറയുക, ആ സൈഡിൽ നിൽക്കുന്ന മരത്തമ്മ വേറെ കുറച്ച് എന്താ പറയുക വടിയൊക്കെ വച്ച് കെട്ടിയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഹൈക്ക് തന്നെയാണ്. എന്ന് വെച്ചാൽ നല്ല സ്റ്റീപ്പാണ് നമ്മൾ ഇറങ്ങുന്നിടത്തേക്ക് എല്ലാവരും. ഓ അതവിടെയാ. അത് അവിടെ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം. ആ
ഇവിടെ എങ്ങനെ കാലേരി പോയാലോ ആ വെള്ളച്ചാട്ടത്തിൽ. പക്ഷെ കാട്ടിൽ കൂടി ഉള്ളൊരു യാത്ര കേട്ടോ അല്ലേ? ഇതിന്റെ വീഡിയോ എടുത്ത് നോക്കാതെ വന്നാൽ എൻ്റെ തെറ്റ്. Hello. Hi. How's the waterfalls? Is that good? It's worth it. Okay, then it's It's disappointing that we've got to go back up this way. Oh yeah, the same thing she was saying. She was saying she can't walk back. I'm skeptical. I'm saying it's worth it here, but the time I get to the top, maybe not. But we'll see. Okay, guys. It's Enjoy. worth Yeah, thanks. ഇവരെല്ലാം താഴെ നടന്നു പോയി തിരിച്ച് വരണ കണ്ടപ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടി എന്താ പറയുക ഒരു തോന്നി, ഇവർക്ക് പോകാമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കും പോയി നോക്കാമല്ലോ എന്നുള്ള രീതിയിൽ. വെച്ചാൽ കുറച്ച് ദൂരം എത്തിക്കഴിയുമ്പോൾ നടക്കുന്നിടത്തും അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ മിക്കവരും ഷൂസാണ് കൊണ്ടുവരുന്നത്. ആരും എന്താ പറയുക സ്ലിപ്പറോ അല്ലെങ്കിൽ ചെരുപ്പ് മാക്സിമം അവോയ്ഡ് ചെയ്യണം. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂസാണ് ഒട്ടുമിക്കവരും ഇട്ടിട്ട് വരുന്നത്. അവൾ അമ്പലത്തിൻ്റെ കാര്യം പറഞ്ഞ ഒരു ബുദ്ധൻ്റെ അടുത്ത് പോകണതേ. അതായത് നമ്മൾ വൈകുന്നേരം പോകാൻ തന്നെ. അപ്പോൾ അവളെന്ന് വെച്ചാൽ ബുദ്ധൻ്റെ അത് അമ്പലം നേരത്തെ അടയ്ക്കും. ഇവിടെ സൂപ്പർ മാർക്കറ്റ് 12 മണി വരെയും. സിഡ്നിയിലെ പറഞ്ഞ അമ്പലം ലേറ്റായിട്ടും സൂപ്പർ മാർക്കറ്റ് നേരെ അടയ്ക്കുന്നതിനെ കുറിച്ച് കഥ പറയാം. പക്ഷേ ഇതാണ് ഇവിടെ ഉണ്ട് എന്തൊരു ചെറിയൊരു ടെമ്പിളിൻ്റെ ഇത്. ആ അത് ശരി കേട്ടാ. മയിൽപ്പീലി മാത്രമേ ഉള്ളൂ. ഞാൻ ഓടക്കുള്ളൊന്നും ഞാൻ കണ്ടില്ല. അത് ചുറ്റും വെച്ചിട്ടുണ്ടല്ലോ. അത് ശരി, വെറുതെ ഇതൊന്നും പറയാണ്. ഇതാണ് വാട്ടർഫോൾസ്. ഇത് കുറച്ചും കൂടി ഹൈറ്റിൽ നിന്ന് വരുന്നൊരു വാട്ടർഫോളാണ് ഇവിടെ തന്നെയുള്ളത്. ഇവിടെ 2 വാട്ടർഫോളുണ്ട്. ഇതൊരെണ്ണം, പിന്നെ അപ്പുറത്ത് വേറൊന്നും, അപ്പുറത്തേക്കും പോകുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ ഇതൊരു ചെറിയ ഒരു സ്പേസാണ്. നമുക്ക് ഇറങ്ങാനൊക്കെ എനിക്ക് തോന്നുന്നു കുറേ കൂടി സേഫായിരിക്കും ഇവിടെ ഇറങ്ങി കുളിക്കാനൊക്കെ ആയിട്ട്. ഡ്രസ്സ് കാണാൻ സ്ഥലമുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഇവിടെ മാറിയിട്ട് അവരവിടെ ഒരു ഡ്രസ്സ് ചേഞ്ചിങ് റൂം, അതായത് ഒരു ഡ്രസ്സ് മാറുന്ന രീതിയിലൊരു വാഷ്റൂം കൂടി ആയിട്ടുള്ളൊരു സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഭയങ്കര നീറ്റൊന്നുമില്ലെന്ന് വെച്ചാൽ ഇത്രയും താഴത്തേക്ക് ഇറങ്ങി വരുന്ന കാരണം കൊണ്ട് പലരും ഉപയോഗിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷേ ഭയങ്കര നീറ്റ് എന്നുള്ള രീതിയിലല്ല, പക്ഷേ എല്ലാം ഓക്കെയാണ് അവിടുത്തെ. ഇത് ഇവിടെയുള്ളൊരു ഹാങ്ങിങ് ബ്രിഡ്ജ് ടൈപ്പാണ്. പക്ഷേ അങ്ങനെ ഭയങ്കരമായിട്ട് കുലുങ്ങൊന്നുമില്ല. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നമുക്ക് കയറി നടക്കാനൊക്കെ നല്ല രസമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടിയും അത്യാവശ്യം ഇവിടുന്ന് വെള്ളം ചെന്ന് വലിയൊരു വെള്ളച്ചാട്ടം മാതിരിയാണ് ഫീൽ ചെയ്യുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇത് മുള കൊണ്ട് കിട്ടിയിരിക്കുന്ന ഒരു ബ്രിഡ്ജുമാണ്. അതും സ്ട്രോങ് ആണ്. അതുമേ കൂടിയും കയറി നടക്കാം നമുക്ക്. ഇതിട്ടോ മറ്റത് മാറ്റിയിട്ടാൽ മതി. ആ അപ്പുറത്തെ വാട്ടർഫോൾ എങ്ങനെയാണ് നോക്കിയിട്ടാ. വാ അവിടെ വരണം. എടോ ഇവിടെ ഇടോ. ഇതാണ് അടുത്തൊരു വാട്ടർഫോൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ ഒരു ഇങ്ങനെ കെട്ടി നിർത്തിയുള്ള ഒരു സ്പേസ് ആൾക്കാർക്ക് ഇറങ്ങി കുളിക്കാൻ പാകത്തിന്. ഇത് കുറച്ചും കൂടി ഡീപ്പാണ്. ഇപ്പോൾ ഇതാണ് അത്യാവശ്യം ഇവിടെ നിന്നും വെള്ളം വരുന്നത്, വെള്ളച്ചാട്ടം വരുന്നത്. ഇവിടെ നിന്ന് വരുന്നത് പിന്നെയും അത്യാവശ്യം ഒരു എന്താ പറയുക ഒരു അത്യാവശ്യം ചെറിയൊരു താഴ്ചയിലേക്കാണ് വെള്ളം ചാടുന്നത്. ആദ്യം വെള്ളം ചാടി പിന്നെയും വെള്ളം ചാടുന്ന സ്ഥലത്തേക്കും ഇങ്ങനെ ആൾക്കാർ നടന്നു പോയൊരു വഴിയുണ്ട്. അപ്പോൾ ജസ്റ്റ് അവിടെ നോക്കിയായിരുന്നു. ഇവിടെയും അത്യാവശ്യം വെള്ളം നന്നായിട്ട് ചാടുന്നുണ്ട്. പിന്നെ കണ്ടില്ല അവിടെ 2-3 സ്ഥലങ്ങളിൽ അപ്പുറത്തും ഇപ്പുറത്തും വരുന്നിടത്തെല്ലാം ആൾക്കാർ ഇറങ്ങിപ്പോയി അവിടെയും കുളിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ അങ്ങോട്ട് ഇറങ്ങിയില്ലായിരുന്നു. വെച്ചാൽ കുറേ കൂടി റിസ്ക് ആയിട്ട് തോന്നിയിരുന്നു. വെച്ചാൽ അവിടെയൊന്നും കെട്ടി വയ്ക്കാൻ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ആൾക്കാർ തന്നെത്താനെ പോകുന്നതെന്ന് വെച്ചിട്ട് പിന്നെ അവിടെ ഇറങ്ങാതെ തിരിച്ചു പോരേണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ പഞ്ഞിമല വാട്ടർഫോൾസിലേക്ക് ഇറങ്ങുന്നില്ല. ആക്ച്വലി വെച്ചാൽ മഴയായി തുടങ്ങി. പിന്നെ ഇനി ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ തിരിച്ച് കയറിപ്പോക്കെ എങ്ങനെയാണെന്ന് അറിയാത്ത കാരണം കൊണ്ട് ഞങ്ങളിവിടെ ഇറങ്ങുന്നത് സ്കിപ്പ് ചെയ്യാണ്.
ഇറങ്ങാൻ വേണ്ടി ഫുൾ പാക്ഡ് ഡ്രസ്സും എല്ലാമായിട്ട് വന്നാൽ, പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഭയങ്കരമായിട്ട് മഴയ്ക്കുള്ള സാധ്യത. പിന്നെ നമ്മളെങ്ങനെ അവിടെ ഒരു ചെല്ലുമെന്ന് അറിയില്ല. ആക്ച്വലി എന്തായാലും വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാൻ പറ്റിയില്ല, അപ്പോൾ അതിന് തന്നെ ഒരു കൈവഴിയാണ്. അതിനകത്തൊന്ന് ഇറങ്ങി. ഓ ഭയങ്കര തണുപ്പാട്ടോ വെള്ളത്തിന്, കിടിലൻ തണുപ്പോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. Heart filled with worries, no more. In a world full of sorrows, what for? You watched the world from the place beneath the willow, the willow. So many years, too many tears on your pillow, on your pillow.